പച്ചക്കായും കുഞ്ഞു മത്തിയും വെച്ച് നമുക്ക് നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയെടുത്താലോ. പച്ചക്കായ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. കുട്ടികളും മുതിർന്നവർക്കൊക്കെ ചില ആൾക്കാർക്കൊന്നും കായ ഇഷ്ടമുണ്ടാവില്ല, നേന്ത്രക്കായൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. മാത്രമല്ല ഇത് കായയുടെ ടേസ്റ്റൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി തട്ടിൽ കുഞ്ഞമ്മത്തിയും പച്ചക്കായും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആവിക്ക് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ കായയുടെ തൊലി മാറ്റുന്നുണ്ട്. കായയുടെ തൊലി നമുക്ക് ആവശ്യമുണ്ട്, കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പൊന്നും ഇടാതെയാണ് ഇത് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഈ കായ ഒന്ന് ചീവിയെടുക്കണം. ഇതൊന്ന് ചീവിയെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് വെന്ത് കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചീവിയെടുക്കാൻ പറ്റും. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ചീവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ കുഞ്ഞമത്തിയുടെ നിങ്ങൾക്ക് മുള്ള് കളഞ്ഞിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ചെറുതായി പൊട്ടിച്ചിട, മുള്ള് കളയാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിടാം. ചെറിയ മത്തിയാകുമ്പോൾ അതിൻ്റെ മുള്ളോടുകൂടെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒക്കെ ഒന്ന് നമ്മൾക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാനെല്ലാം ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെയൊന്നും പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച കായയുടെ തോല് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല, തോലും നമുക്ക് ഉപയോഗിക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് വറുക്കാത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, മല്ലിയിലയും കറിവേപ്പിലയും പുതിനയും ചെറുതായി അരിഞ്ഞതും, മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. കൈവച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് മിക്സ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ലപോലെ കൈ വെച്ച് ഉടച്ചെടുക്കണം. നമ്മൾ കയ്യിൽ നല്ലപോലെ പിടിക്കാൻ പാകത്തിന് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ പറ്റും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയതുകൊണ്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ, ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഞാൻ അച്ചാറിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാറ്ററി ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ ഉണ്ടാക്കി നമ്മൾക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഉടഞ്ഞു പോകുമൊന്നുമില്ല, ഉടഞ്ഞു പോവാതെ തന്നെ നമ്മൾക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഞാനിത് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഈ കോരിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പച്ചക്കായയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പച്ചക്കായ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിനെന്ന് അറിയേയില്ല, അത്രയും ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ പച്ചക്കായ ഒന്നും കഴിക്കാത്തവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ വറുത്ത് കോരിയെടുക്കുകയാണ്. കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ ഇതിന്, കൂടുതൽ എണ്ണയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത ആ എണ്ണ തന്നെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നിത് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ അധികം വെന്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അധികം വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും സോയാ സോസും 1.5 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലെക്സ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വറുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് പച്ചക്കായും കുഞ്ഞ മത്തിയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതുപോലെ ഒന്ന് പിച്ചെടുത്ത് കൊടുത്തിട്ടായാലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറേ നാൾ ഇത് കേടാവാതിരിക്കും. ഇവിടെ ഇത് കുറേ നാളൊന്നും വെക്കില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കഴിച്ചു തീർക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരികിലേക്ക് മാറ്റി വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പച്ചവാസന പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഒരു 50 മില്ലി വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് വിനീഗർ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചക്കായും നമ്മൾ കുഞ്ഞ മത്തി ഉപയോഗിച്ചിട്ടുള്ള ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറേ നാൾ കേടാവാതിരിക്കും. കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ചോറിൽ പെരക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്.